കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഒത്തിരി സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ ദിവസങ്ങളാണല്ലേ 2024 നമുക്ക് കഴിഞ്ഞു പോയത്. ഇനി വരാനുള്ളതും ചിലപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും നേരിടാൻ നമുക്ക് മനസ്സിനെ പ്രാപ്തമാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ഒരു വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇത്തിരി വൈകിട്ടാണ് ഞാൻ കിച്ചണിൽ കയറിയത്. അപ്പോൾ അതുകൊണ്ട് വേഗം ഞാൻ ജോലിയൊക്കെ തീർക്കുകയാണ്. അപ്പോൾ കുറച്ച് ചോറുണ്ടായിരുന്നു, കുറച്ചധികം ചോറുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിടാൻ മറന്നുപോയി. പക്ഷെ അത് ചീത്തയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനത് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് കൈകൊണ്ടൊന്ന് ഊറ്റിയ ശേഷം അടുപ്പത്ത് വെക്കുകയാണേ. അപ്പം എന്നോട് എൻ്റെ മായേച്ചി ചോദിച്ചു, മായേച്ചി എൻ്റെ ഫ്രണ്ടാണ്, ചോദിച്ചു നീ അടുപ്പത്ത് ഈ കത്തിക്കണ അടുപ്പത്ത് കഞ്ഞിക്കെല്ലാം വെക്കുമല്ലേ എന്ന്. ഞാൻ വെക്കാറുണ്ട് കേട്ടോ. എന്നോട് വീഡിയോയിലും 1-2 പേര് കമൻറ്റ് ബോക്സിലും ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നിട്ട് ഒരു ദിവസം തേച്ച് കഴിയിട്ട് നമ്മൾ ഗ്യാസേലും വെക്കും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കുറുമക്കറി. അപ്പോൾ ഒരു ഗ്രീൻ പീസ് കുറുമയാണ്, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു കുറുമക്കറിയാണ് ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത്. അപ്പം ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് ഗ്രീൻ പീസ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതവാ നമ്മളിങ്ങനെ പട്ടാണിയോ അല്ലെങ്കിൽ അട്ടാണിയോ കടലയോ പയറോ ഒക്കെ നമ്മൾ വെള്ളത്തിൽ ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ നല്ല ചൂട് വെള്ളത്തിൽ നമ്മുടെ കാസറോളില്ലേ, കാസറോളിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അസലായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടും കേട്ടോ. ഒരു അരമണിക്കൂർ വെക്കണം, അപ്പം നമുക്ക് അസലായിട്ട് കുതിർന്ന് കിട്ടും. നമുക്ക് നമ്മുടെ ഈ അട്ടാണി നമുക്ക് വേവിക്കാൻ എടുക്കാം. ഒരു സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച ശേഷം നമുക്കിതങ്ങ് അടച്ചു വെച്ച് വേവിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇച്ചിരി മയം കിട്ടും കേട്ടോ. ഞാൻ ഇച്ചിരി വേപ്പല ഇട്ടിട്ടുണ്ട്, എനിക്ക് പേടിയാണ് കുക്കറൊക്കെ പൊട്ടിത്തെറിക്കുമോ, പക്ഷെ എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ വേപ്പല ഇടണം. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ധൈര്യത്തിൽ ഇടുമായിരുന്നു. പിന്നെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും കുക്കർ പൊട്ടിത്തെറിക്കൂട്ടോ എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം അടുപ്പത്ത് വെച്ചു. ചായക്കുള്ള വെള്ളവും വെച്ചു. ഞാനിങ്ങനെ വെള്ളം ഇങ്ങനെ ഇരച്ചിങ്ങനെ വരുമല്ലോ, വന്നപ്പോഴത്തേനും ഞാൻ ചായപ്പൊടി ഇട്ടിട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറിയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേനും ചായ അനങ്ങുന്നില്ല, ഇട്ട പോലെ തന്നെ. അപ്പോൾ നോക്കിയപ്പോഴേക്കും ഗ്യാസ് തീർന്നപ്പോൾ മനുവേട്ടിനെ വിളിച്ച് എണ്ണിപ്പിച്ച് ഗ്യാസൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറുമക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻ പീസ് അവിടെ വേകുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടും പിന്നെ നമുക്കൊരു കുഞ്ഞു തോരൻ വെക്കണം, ഒരു മുട്ടത്തോരൻ. അതായത് ക്യാരറ്റും മുട്ടയും കൂടി ഇട്ടിട്ട് നമ്മളെപ്പോഴും വെക്കുന്ന ഒരു തോരനില്ലേ, അതും വെക്കണം. കുറുമക്കറി ഉണ്ടാക്കണം. അപ്പോൾ കുറുമക്കറി ഞാൻ പറഞ്ഞല്ലോ, ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പോലെയുള്ള കുറച്ച് പച്ചക്കറികളും കൂടി ഇട്ടിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പം നമുക്ക് അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ബീൻസ് ഒക്കെ ഇടാം കേട്ടോ. ബീൻസ് ഉണ്ടായിരുന്നെന്ന് ഞാൻ മറന്നുപോയത്. ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി വൈകിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് കയറിയത്. എണ്ണീറ്റത് ഇച്ചിരി നേരത്തെയാണ്, പക്ഷെ എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേനും കുറച്ച് വൈകി. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വൈകിട്ടാണ് കയറിയത്. അപ്പോൾ അതുകൊണ്ട് വേഗം അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചോപ്പർ പണിമുടക്കിലായതുകൊണ്ട് തന്നെ ഈ തോരന് വെക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഒത്തിരി നേരം പോകുന്നുണ്ട്. അപ്പം ഇനി ഒരു ചോപ്പർ മേടിക്കണം. അപ്പം ഞാൻ കുറുമയ്ക്കുള്ളതും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞു തോരൻ വെക്കുന്നുണ്ടെന്ന്. ആ തോരന് വേണ്ടിയുള്ള സവാളയും പച്ചമുളകല്ല വെളുത്തുള്ളിയും എല്ലാം ഇങ്ങനെ ഒരു കുഞ്ഞിഞ്ചി കഷ്ണവും വേണം. അപ്പോൾ അതെല്ലാം നല്ല ചെറുമണിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്തു, നമ്മുടെ ചായ വെള്ളമൊക്കെ തിളച്ചു. അപ്പോൾ രാവിലെ തന്നെ നല്ല തണുപ്പാണല്ലേ, നല്ല തണുപ്പാണ്. ഇപ്പോൾ ഡിസംബർ കഴിഞ്ഞിട്ടും രാവിലത്തെ ആ തണുപ്പിനൊന്നും കുറവില്ല. നമ്മളൊക്കെ കിടുകിടാ വിറച്ചിട്ടാണ് കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വരുന്നത്. പാവം രാവിലെ തന്നെ കുളിക്കണമല്ലോ, സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ വെള്ളയപ്പത്തിൻ്റെ മാവ് അരയ്ക്കുന്ന വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഷോർട്സിൽ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നോട് ചോദിച്ച ആൾ ആ ഷോർട്സ് ഒന്ന് കണ്ടോളൂ. നമ്മൾ കറക്റ്റായിട്ട് പിന്നെ ഇത്ര വലിയ പാത്രത്തിൽ എടുത്തു വെക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈസ്റ്റ് ഇട്ടിട്ടാണ് വെച്ചത്. ഇനിയിപ്പോൾ തണുപ്പ് കാരണം ഈ മാവ് പുളിച്ച് പൊങ്ങിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഈസ്റ്റ് ഇട്ടിട്ടാണിത് ഞാൻ അടച്ചു വെച്ചത്. ഈ പാത്രത്തിൽ വെക്കാൻ കാരണം പൊങ്ങി പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി അവിടെ വന്നിട്ടുണ്ട്. അപ്പം തന്നെ നമുക്കൊരു സമാധാനം. ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്നാവുമ്പോൾ തന്നെ നമുക്ക് പകുതി സമാധാനം. അല്ലെങ്കിൽ ഇത് പൊങ്ങിയില്ലെങ്കിൽ പിന്നെ വേറെ പുട്ടിനെ പൊടി നനയ്ക്കണം, അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ആവതയും ഒരു കെൽപ്പില്ലാത്ത എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കണം. അപ്പം അതുകൊണ്ട് നമുക്കിങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ രാവിലെ തന്നെ മാവൊക്കെ പൊങ്ങി വരുമ്പോഴത്തേനും. ചില ദിവസങ്ങളിൽ മറന്നും പോകും കേട്ടോ. പിന്നെ നമുക്ക് പേടിക്കാനില്ല, തൊട്ടടുത്ത് നമുക്കൊരു കടയുള്ളതുകൊണ്ട് ഓടി ചെന്നിട്ട് ദോശമാവ് എന്താണെങ്കിലും നമുക്ക് മേടിക്കാം.
അപ്പം ഞാൻ എന്താ ചോറൊക്കെ വാർക്കുകയാണ്. എനിക്ക് പണ്ടത്തെ പോലത്തെ പേടിയൊന്നും ഇപ്പം ചോറ് വാർക്കാനില്ല കേട്ടോ. പിന്നെ എന്നെ ആരും വിളിക്കരുത്. ചോറ് വാർക്കുന്ന സമയത്ത് അതെടുത്തത് അമ്മ ചിപ്പിയെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പം എൻ്റെ ശ്രദ്ധ പോകും. ആ ഒരു പണ്ടത്തെ അത്ര പേടിയൊന്നും ഇല്ല എന്നാണെങ്കിലും പുറകെ നിന്ന് വിളിക്കരുത്, വിളിച്ചെൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പം ഞാൻ എന്താ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും നമുക്കത് ഒതുക്കി വെക്കാം. അപ്പം നമുക്ക് കുറുമക്കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുക. അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ആവണം കുറുമക്കറി വെക്കാന്നൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പട്ട, കറിയാമ്പു, ഏലക്ക ഇത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാള ചെറുതൊരെണ്ണം, അതേപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി ഇത്ര ഇട്ടിട്ട് പയ്യെ അതൊന്ന് വാടി വരുമ്പോഴത്തേനും നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ അതിൽ കിടന്ന് പയ്യെ ഒരു 1/4 ഭാഗം വേഗമാകുമ്പോഴത്തേനും ഇതങ്ങ് വെന്തുടഞ്ഞു പോകരുത് കേട്ടോ. നമുക്ക് ഇങ്ങനെ ആ കുറുമക്കറിയിൽ ഇങ്ങനെ കിടക്കണം. അപ്പൊ നല്ല ഭംഗിയാണ് കാണാൻ, കഴിക്കാനും ടേസ്റ്റാ. ഓവർ കുക്കായിട്ടുള്ള പച്ചക്കറിയൊക്കെ കഴിക്കുന്നതിനേലും ടേസ്റ്റാ. കറക്റ്റ് വേവിൽ നിൽക്കില്ലേ, നമുക്ക് കടിക്കുമ്പോൾ ഒരു ഇത് തോന്നേ വേണം, എന്നാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോവാനും പാടില്ല. അപ്പൊ അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ അടുപ്പത്ത് നമ്മുടെ ക്യാരറ്റ് മുട്ടത്തോരൻ ഉണ്ടാക്കി എടുക്കാം. ഞാനിത് വേറൊരു വീഡിയോയിൽ ബീൻസോ അച്ചിങ്ങയോ എന്തോ ഇങ്ങനെ ക്യാരറ്റ് ഇട്ട് മുട്ടയിട്ട് ഇങ്ങനെ വെച്ചപ്പോഴത്തേനും അയ്യേ ഇതെങ്ങനെ കഴിക്കും, ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ കറി. നമ്മൾക്ക് ഒരു തേങ്ങ ഇല്ലെങ്കിലോ ഇത് ഇത്തിരി ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വേണം എന്നാണെങ്കിലൊക്കെ നമുക്ക് ഇതേപോലെ 2 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 3 പേർക്ക് വിളമ്പേണ്ട കറി ഒരു 5-6 പേർക്ക് വിളമ്പാം. ആ രീതിയിൽ നമുക്ക് എടുക്കാം. അങ്ങനെ ഒരു ഉപകാരമുണ്ട് നമുക്ക് ഈ കറിക്ക്. അപ്പൊ കടുക് പൊട്ടിച്ച് നമ്മുടെ വെളുത്തുള്ളിയും സവാളയും കൂടി ഒന്ന് വാട്ടിയ ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക. നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇടാം. ഇതിപ്പോൾ ക്യാബേജ് ഇട്ട് ചെയ്യാം, അച്ചിങ്ങ ഇട്ട് ചെയ്യാം, ബീൻസ് ഇട്ട് ചെയ്യാം, മുട്ടയിട്ട് ചെയ്യാം. മുട്ടയിട്ട് ചെയ്യുന്നത് അത്രയ്ക്കൊരു ടേസ്റ്റി അല്ല. കാരണം ആ മുട്ടയിട്ട് ചെയ്യുന്നതല്ല, കോവയ്ക്കിട്ട് മുട്ടയിട്ട് ചെയ്യുന്നത് അത്രയ്ക്കൊരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കോവയ്ക്കൊക്കെ ഒരു വഴുവഴുപ്പുണ്ട്. മുട്ട ഇടുമ്പോഴത്തേനും ആ വഴുവഴുപ്പ് പോകുന്നവരെ നമ്മൾ ഈ മുട്ടയിട്ട് ഇങ്ങനെ ഇളക്കി വരുമ്പോഴത്തേനും ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. ഒത്തിരി സമയം ആ മുട്ട ഇങ്ങനെ വെന്ത് റബ്ബർ പോലെ ആയിപ്പോവും. അത് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ക്യാരറ്റ് ഇട്ട് വെക്കുന്നത് അടിപൊളിയാണ്. വഴുതനങ്ങ ഇട്ട് വെക്കുന്നത് സൂപ്പറാണ്. അതുപോലെ തക്കാളി ഇട്ട് വെക്കും മുട്ട. ഇതേപോലെ തന്നെ ചിക്കി വെക്കും. നമ്മൾ തക്കാളി നന്നായിട്ട് വാട്ടിയിട്ട് ഇതേപോലെ ഉപ്പും മുളകൊക്കെ ഇട്ട് വാട്ടിയിട്ട് നമ്മൾ ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ട് വാട്ടിയിട്ട് അതിലേക്ക് നമ്മൾ ഇതേപോലെ തക്കാളി ഇട്ട് ഉടച്ച ശേഷം ഫൈനലായിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കും. നല്ല ടേസ്റ്റാണ് ആ കറിക്ക്. അപ്പോൾ അതിലേക്ക് ഇതിപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ക്യാരറ്റിന് നടുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്ക് നമ്മുടെ പണി അങ്ങോട്ട് അവസാനിപ്പിക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അവിടെ ഇരുന്നത് വേകേണ്ട ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് നമ്മുടെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പൊടിയുടെ ഒരു ഫ്ലേവറും കുറച്ച് നേരം നമ്മളൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ അതിലേക്ക് ഇറങ്ങും. ഞാനിപ്പോൾ അടച്ചൊന്നും വെച്ചില്ല കേട്ടോ. കാരണം നമുക്ക് ഇത്തിരി പണി അധികം ഉണ്ടല്ലോ. വേഗം കുട്ടികളെ സ്കൂളിൽ വിടാൻ വേണം. അപ്പം ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അട്ടാണി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ 1-ാം പാൽ ഒഴിക്കുക. കുറച്ച് 1-ാം പാലല്ല, ഒറ്റ പാലേ ഉള്ളൂ. 2-ാം പാലും 1-ാം പാലൊന്നുമില്ല. പെട്ടെന്ന് പറഞ്ഞു വെച്ചതാ. ഡയറക്റ്റ് അരിച്ചങ്ങടെ ഒഴിക്കുകയാണ് ഞാൻ. അതിലേക്ക് ഒഴിച്ച ശേഷം പയ്യെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പോ അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് ഇട്ടാൽ നല്ലതാണ് കേട്ടോ. ഈ മല്ലിച്ചപ്പ് എന്ന് പറയുന്നത് മല്ലിയില തന്നെയാണ്. പൊടിയായിട്ട് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിലൊന്നും നമ്മൾ പുതിനയില ഇടൂല കേട്ടോ. എന്നോട് ഒരു കുട്ടി ചോദിച്ചു നമ്മൾ ഇങ്ങനത്തെ കറികൾക്കൊക്കെ പുതിനയില ഇടും. പുതിനയില പൊതുവെ ഞാൻ കണ്ടിരിക്കുന്നത് നമ്മൾ ബീഫിലൊക്കെ മാത്രം ഇടാം. ബീഫ് ബിരിയാണി അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ പുതിനയില യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ ഇതേപോലെയുള്ള കുറുമക്കറിക്കൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിനി വേറെ വലിയ പരിപാടിയൊന്നുമില്ല. അതിലേക്ക് ആ 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഇതൊരു 1/4 വേഗം ആകുമ്പോൾ തന്നേക്കും നമുക്ക് ഈ കറി വേണമെങ്കിൽ ഓഫ് ചെയ്യാം. പിന്നെ ആ ആവയിലിരുന്ന് തന്നെ ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് വെന്ത് വന്നോളൂ. പിന്നെ നമുക്ക് വരട്ടി എടുക്കാം. അതും ടേസ്റ്റാണ്. പക്ഷെ കുറച്ചും കൂടി
നമുക്കൊരു ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കണമെങ്കിൽ ആ ഒരു കറക്റ്റ് വേവിൽ നിർത്തണം. പക്ഷെ നമ്മൾ കോവക്കേക്ക് അങ്ങോട്ട് വരട്ടി എടുക്കൂലേ, അത് നമുക്ക് നല്ല അസലായിട്ട് ഇങ്ങനെ വരട്ടി എടുത്ത് കഴിക്കാം കേട്ടോ. അതേപോലെ കടല ഉപ്പേരി നമ്മളങ്ങനെ വരട്ടിയെടുത്ത് നമ്മൾ രാവിലേക്ക് വെക്കുന്ന കടലക്കറി ഉണ്ടല്ലോ, അത് നമുക്ക് വൈകുന്നേരം നന്നായിട്ട് അങ്ങോട്ട് വരട്ടിയെടുത്തിട്ട് നല്ല മണി പോലെ പെറുക്കി തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതാ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി അവിടെ ആയിട്ടുണ്ട്. വെള്ളയപ്പം ആക്കി എടുക്കണമല്ലോ. അപ്പോൾ വേഗം നല്ല ചൂട് വെള്ളയപ്പം ആക്കി എടുക്കാം നമുക്ക്. എനിക്ക് മറ്റേ ഇതിൻ്റെ കയ്യിലൊന്നും നോക്കിയെടുക്കാനായിട്ടുള്ള സാവകാശം കിട്ടാത്തത് ഞാൻ കൈവച്ച് തന്നെ വേഗം പൊക്കിയെടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ തണുപ്പ് കാരണം പിള്ളേർ തല കഴുകുന്നില്ല, രാവിലെ മേല് മാത്രം കഴുകിയിട്ടാണ് സ്കൂളിൽ പോണത്. വൈകിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും കുളിക്കും അവർ. അപ്പം അങ്ങനെയാണ് ഇപ്പം അവരുടെ ഒരു രീതി. രാവിലെ തന്നെ അന്നമോള് കുളിച്ചിട്ട് വരും കേട്ടോ. ജോക്കുട്ടനെ ഞാൻ നിർബന്ധിക്കാറില്ല, കാരണം ഇവന് വെറുതെ 10 വീടിനപ്പുറത്ത് പനി വന്ന് അവൻ ഇവിടെ പനിക്കും. അങ്ങനത്തെ ഒരു പ്രകൃതമാണ് അവന്. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രഷർ വഹിക്കാറില്ല, രാവിലെ നിർബന്ധിക്കാറില്ല. പിന്നെ അവർക്ക് വലുതായി വരുംതോറും ഓരോ ഇതാണല്ലോ. അപ്പൊ അവൻ തന്നെ കഴിക്കുമെന്ന് വെച്ചപ്പോ ആന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പൊ അവനിപ്പോ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ധൃതി പിടിച്ച് വായു പിടിച്ച് ഞാൻ പിള്ളേരൊക്കെ വിട്ടു. ഈ ധൃതി പിടിക്കുമ്പോ പറ്റുന്നൊരു കാര്യം എന്താണെന്നോ, ഞാൻ അവന്റെ ലഞ്ച് ബാഗ് കൊടുത്തു വിടാൻ മറന്നുപോയി. അപ്പൊ ഏട്ടൻ പറഞ്ഞു സാരില്ല, ഞാൻ വരാപ്പുഴ ബ്രാഞ്ചിൽ പോകുന്നുണ്ട്, അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ അവരുടെ സ്കൂള്, അപ്പം ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തേക്കാം. ഇതാ പറയണം, നമ്മൾ ഭയങ്കരമായിട്ട് ധൃതി പിടിച്ചാലും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും എല്ലാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ട്രൈപോഡ് ഒടിഞ്ഞു പോയി. ഞാൻ കുറച്ച് ഹൈറ്റ് കൂട്ടി വെച്ച് വീഡിയോ എടുത്തപ്പോഴത്തേനും എന്തോ ഒരു സാധനം പട്ടക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കോല് പോലെ താഴത്തേക്ക് വീണു. നോക്കിയപ്പോഴത്തേനും ട്രൈപോഡിൻ്റെ അടിയിൽ നിന്നാണ്. ഇനി എന്താകുമോ എന്തോ, വേറെയൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ മേടിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ നമ്മളിതാ ചേട്ടൻ പോയപ്പോഴത്തേനും നമ്മൾ ഇത് കൊടുത്തു വിട്ടു, ലഞ്ച് ബാഗ് കൊടുത്തു വിട്ടു. ഏട്ടൻ രണ്ടാമത് കൊണ്ടേ കൊടുത്തു. ഇവര് ഒത്തിരി കടത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ലഞ്ച് ബാഗ് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ആലോചിച്ചത്. ജോക്കുട്ടൻ്റെ സ്കൂൾ അന്നമോളുടെ സ്കൂൾ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജോക്കുട്ടനും അന്നമോളും ഒരു സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. വരാപ്പുഴ സെയിൻറ്റ് ജോസഫിലാണ് പഠിക്കണത്. അവള് വരാപ്പുഴ സെയിൻറ്റ് ജോസഫ്, ഇവൻ വരാപ്പുഴ സെയിൻറ്റ് ജോസഫ് നഴ്സറി സെക്ഷനില്. അപ്പൊ അങ്ങനെതാ അവരൊക്കെ പോയി വീടൊക്കെ ഒന്ന് അടിച്ചു തൂത്ത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതൊന്ന് എടുത്ത് വെച്ച ശേഷം ഞാൻ അടുക്കള ലാസ്റ്റാണ് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിടും. പിന്നെ നമ്മൾ ഇപ്പോൾ എന്നോട് 1-2 പേര് കമൻസിൽ പറഞ്ഞു, ജിഫി എപ്പോഴും വൃത്തിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, അത് ജിഫിയുടെ കിച്ചൺ വലുതായതുകൊണ്ടാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് പഴയൊരു കിച്ചൺ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു കിച്ചൺ. എൻ്റെ ഈ 2 കൈ നിവർത്തി വെച്ച എത്രയുണ്ടോ അത്ര ഉണ്ടായിരുന്നുള്ള ആ കിച്ചൺ. നമ്മളിങ്ങനെ ഒരു കൈ 2 വിടർത്തി വെച്ച് ടൈറ്റാനിക് മോഡലിൽ ഇങ്ങനെ നിൽക്കില്ലേ, അങ്ങനെ വിടർത്തി വെച്ച കൈയുടെ 2 വിരലിൻ്റെ അറ്റവും മതിലുകളിലും മുട്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള അത്രയൊരു കുഞ്ഞു കിച്ചണായിരുന്നു. പിന്നെ അത് ഇടിച്ചു പൊളിച്ച് അതിനോട് ചേർന്നൊരു ബാത്റൂം ഉണ്ടായിരുന്നു, അതും കളഞ്ഞ് ചേർത്തെടുത്ത് വലുതാക്കി എടുത്തതാണ് ഈ അടുക്കള. എന്നെ അറിയാവുന്ന എൻ്റെ പഴയ ചാനലിലെ വ്ലോഗ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, കുഞ്ഞു കിച്ചണാണത്. അതാണെങ്കിൽ ഓടിട്ട കിച്ചണാണ്. എലിയുടെയൊക്കെ ശല്യം ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ ആ കിച്ചണ് ഞാൻ നന്നായിട്ട് തന്നെയാണ് നോക്കിയിരുന്നത്. എലി വന്നിടയ്ക്ക് ഭയങ്കര എലി ശല്യമൊക്കെ ആയിരുന്നു, അതൊക്കെ ഓടിച്ചു. കുറേ എണ്ണത്തിനെയൊക്കെ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ കിച്ചൺ ഞാൻ നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇടുക. പിന്നെ എൻ്റെ നോൺ മോഡുലാർ കിച്ചണാണ്. കൂടുതൽ സാധനങ്ങൾ എടുത്തു വെക്കാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഒന്ന് പറയട്ടെ, നമ്മുടെ കിച്ചൺ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതിൽ പെരുമാറുന്നത് നമ്മളാ. നമുക്ക് ഒതുക്കി വെക്കാൻ ഏറ്റവും എളുപ്പം ചെറിയ കിച്ചണാ. സൗകര്യങ്ങൾ വലിപ്പം കൂടുന്തോറും നമുക്ക് സാധനങ്ങളുടെ എണ്ണം ഓട്ടോമാറ്റിക്കലായിട്ട് കൂടി വരും. സാധനങ്ങളുടെ എണ്ണം ഓട്ടോമാറ്റിക്കലായിട്ട് കൂടി വരുമ്പോഴത്തേനും അവിടെ വൃത്തിയും കുറയും. അപ്പൊ അത് വലിപ്പം കൂടി വരുന്നതിൻ്റെ ഒരു പ്രശ്നം അത് തന്നെയാണ്. പിന്നെ നോൺ മോഡുലാർ ആകുമ്പോഴത്തേനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ അതിന് കണ്ടുപിടിച്ചേക്കുന്ന പരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ സ്റ്റീലിന്റെ ടിന്നുകൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലാണ് എൻ്റെ പലചരക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക. പിന്നെ ഇവിടെ ഈ റാക്കിൽ വെച്ചിരിക്കുന്നതൊക്കെ തീരുമ്പോൾ ആ ടിന്നിൽ നിന്ന് എടുത്ത് കുറേശ്ശെ വെക്കും. പിന്നെ എപ്പോഴും വൃത്തിയായിരിക്കാൻ ചെയ്യുന്ന കാര്യം, കിച്ചൻ്റെ ബോള് ക്ലീൻ ചെയ്യും, സ്ലാബ് ക്ലീൻ ചെയ്യും, സ്റ്റൗ ക്ലീൻ ചെയ്യും. നമുക്കിതൊക്കെ വളരെ കുറച്ച് നേരത്തെ കാര്യമുള്ളൂ. ഇത് നമ്മളിങ്ങനെ എടുത്താൽ പൊങ്ങാത്തതാ, അല്ലെങ്കിൽ ഇന്ന് ചെയ്യുക, അല്ലെങ്കിൽ സിങ്കിൽ അവിടെ ഒരു അടുക്കി പിടിച്ചൊരു പാത്രം കിടപ്പുണ്ട്, അത് നാളെ കഴുകുക.
പിന്നെ ആവട്ടെ, അവിടെ കിടക്കട്ടെ, അങ്ങനെയൊക്കെ നമ്മൾ ഓർക്കുമ്പോഴാണ് നമുക്ക് പണികൾ അധികം വരുന്നത്. മടിയ മല ചുമക്കുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ആ കാര്യത്തിലും. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞു, നമ്മൾ വൃത്തിയാക്കി ഇടുമ്പോൾ ഒരാളും കയറി വരില്ല. വൃത്തി കേടായി കിടക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഗസ്റ്റോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ കയറി വരിക. തീർന്നോ? ഓ, എന്ത് കിച്ചണാണത്, ഓ എന്ത് വീടാണത്, എന്ത് മാതിരി സാധനങ്ങളാണ് വലിച്ചു വാരിയിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനൊരു, പലപ്പോഴും അങ്ങനെയാണ്. പിന്നെ നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മുടെ കിച്ചൺ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ക്ലീൻ ചെയ്തിടുക. ഇപ്പോൾ എനിക്ക് സാധനങ്ങൾ ഞാൻ എന്നോട് 1-2 പേര് ചോദിച്ചിരുന്നു കേട്ടോ, പ്ലാസ്റ്റിക് എന്താ ചെയ്യുക? കഴുകി ഉണക്കി ചാക്കിലാക്കി വെക്കും. ആ ചാക്കാണ് മൂലക്കിരിക്കുന്നത്, എന്നിട്ട് എടുത്ത് കൊടുക്കും. പുറത്ത് വെക്കാത്ത നമുക്ക് പുറത്ത് പൂച്ചയും അതേപോലെയുള്ള സാധനങ്ങളൊക്കെ തട്ടിയിടും. വല്ല തവളയൊക്കെ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ്. അന്നൊരു ദിവസം പാമ്പിനെ കണ്ടേ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് പുറത്ത് എന്തെങ്കിലുമൊക്കെ വെക്കാൻ. ഞാൻ തുടക്കുന്ന മോപ്പ് പോലും രാത്രി ആകുമ്പോൾ കഴുകി എടുത്തിട്ട് കിച്ചൻ്റെ ആ ഒരു അരികത്ത് ഞാൻ വെക്കും. എനിക്ക് പേടിയാണ് എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ നമ്മുടെ കിച്ചൺ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കാം, പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കാം. നമുക്ക് അടുക്കള വൃത്തിയാണെങ്കിൽ തന്നെ രോഗങ്ങൾ കുറേയൊക്കെ കുറയുന്ന പറയാ ഇല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും ഒരു 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 ഒന്നിച്ച് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത് അടുക്കളയിൽ നിന്നല്ലേ? അല്ലാണ്ട് വേറെ നമുക്ക് ഒന്നിച്ചൊന്ന് കൂടാനും അതൊക്കെ ഒരു രസമാണ്. അടുക്കളയിൽ പാചകം ചെയ്ത് ഒന്നിച്ചിരുന്ന് കഴിക്കുക, അതൊരു ഊണുമുറിയിലേക്ക് കൊണ്ടുവരിക, എങ്ങനെയുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക, അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് ഐസ് വിടാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വൈകിട്ടത്തെ പലഹാരത്തിനുള്ളത് കുറച്ച് പച്ചരി ഞാൻ അവിടെ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ചുള്ളൂ കേട്ടോ, അത് സൺഡേ മേടിച്ച ചിക്കൻ്റെ ബാക്കി ചിക്കനാണ്. അപ്പോൾ അതൊന്ന് കഴുകി വെള്ളമൊക്കെ വാർന്നു. അപ്പോൾ കുറച്ച് നാളായി ഞാൻ ഓർക്കണു എന്നും ഒരേ ടൈപ്പ് ചിക്കൻ കറിയാണ് വെക്കണേ. അപ്പം ഇന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ട് ഒരു ഉള്ളി ചിക്കൻ വെച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിപ്പം നമുക്ക് ഉള്ളി ചിക്കൻ വെക്കുന്ന ചിക്കൻ്റെ പീസിന് വേണ്ട. നമുക്ക് ഈ ചില്ലി ചിക്കനൊക്കെ ഉള്ളൊരു വലിപ്പമില്ലേ, കുനുകുന, തീരെ കുനുകുനന്നല്ല, ആ ഒരു വലിപ്പം ഉണ്ടല്ലോ, ആ ഒരു വലിപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. കാരണം വലിയ വലിപ്പത്തിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പൊതുവേ ഉള്ളി ചിക്കൻ എന്ന് പറയണത് തിരുവനന്തപുരത്തുകാരുടെ കറിയാണെന്നാ പറയാ. പക്ഷെ ഇന്നൊരു ദിവസം നമ്മൾ എറണാകുളത്തുകാർക്ക് ഇരിക്കട്ടെ അല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ കൂടുതൽ മസാലയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ റെസിപ്പി ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ, ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അധികം ഗ്യാസോ കാര്യങ്ങളോ ഒന്നും ആവത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ ആകെപ്പാടെ മെനക്കെട്ടൊരു പണിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയുള്ളി കുറച്ചധികം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊളിച്ചെടുക്കണം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ 3 കിലോ ഉള്ളി 100 രൂപയ്ക്കൊക്കെ കിട്ടും. അത്യാവശ്യം വലിപ്പം ഉള്ളതാണ്. അപ്പോൾ ഇത്ര ഉള്ളി നിന്ന് പൊളിച്ച് എൻ്റെ കയ്യും കാലം കഴിക്കും എന്നുള്ളത് കൊണ്ടും TV-യുടെ മുമ്പിൽ പോയിരുന്ന് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ TV നോക്കി സമയം കളയുന്നുള്ളത് കൊണ്ടും ഞാൻ അടുക്കള വാദിക്കാൻ വന്നിരുന്നപ്പോഴും ഓർത്തത്, അച്ചോടാ അന്ന് പാമ്പിനെ കണ്ടത് ഇവിടെ ഇല്ല, അപ്പോൾ ഒന്ന് ചുറ്റും നോക്കുകയാണ് കേട്ടോ. എനിക്ക് പേടിയാ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊരു പേടിയാ. പക്ഷേ ഇതിന് പുണ്യാളുടെ അടുത്തൊക്കെ പോയി നേർച്ചയൊക്കെ ചെയ്തത് കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പുണ്യാളം കാത്തോളും. അപ്പം ഉള്ളിയൊക്കെ പൊളിച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് തേങ്ങാക്കൊത്താണ് കേട്ടോ. നമുക്ക് ഈ തേങ്ങ ഇങ്ങനെ തേങ്ങാമുറി പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ പയ്യൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങാക്കൊത്ത് പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. അതൊരു ടിപ്പാണേ, ഞാനൊരു ദിവസം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ചിക്കൻ നമ്മൾ തേങ്ങാക്കൊത്ത് അവിടെ എടുത്ത് ശരിക്കും നൈസ് തേങ്ങ ഇതാക്കിയിട്ടില്ല, ഇപ്പോൾ തേങ്ങാപ്പൂള് പോലെ വെച്ചിട്ടുള്ളൂ. നമുക്കതിങ്ങനെ കുഞ്ഞു കൊത്താക്കി എടുക്കണം. അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുള്ളൂ. ഞാനിതൊന്നും ഇട്ടില്ല, ഈ പൊടികൾ മാത്രം. നമ്മൾ കോമൺലി ഉള്ള ചിക്കൻ മസാല ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടാം. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇത്രയും പുരട്ടിയ ശേഷം അതങ്ങ് മാറ്റി അവിടെ വെച്ചേക്കുക. കുറച്ച് നേരം അതിനൊന്ന് ആ മസാലയൊക്കെ അതിലൊന്ന് പിടിക്കട്ടെ. എന്നിട്ട് നമ്മൾക്ക് ഈ തേങ്ങാക്കൊത്ത് നമ്മൾ പായസത്തിനൊക്കെ വറുത്തിടുന്ന പോലെയല്ല, ബീഫിനൊക്കെ നമ്മൾ വറുത്തിടില്ല, നൈസായിട്ട് ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമ്മൾ അരിഞ്ഞിട്ട്, നമ്മൾ പായസത്തിനൊക്കെ ഇങ്ങനെ ചീന്തി വളരെ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന പോലെയാണല്ലോ നമ്മൾ ഇടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാൻ ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ ചീന്തിയിട്ടാണ് അരിഞ്ഞും കൈകൊണ്ടൊക്കെ ചെത്തിയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ അങ്ങനെ ചെറിയുള്ളി നമുക്കിനി ചതച്ചെടുക്കണം. അരിഞ്ഞിടുന്നതിനേലും ടേസ്റ്റ് ചതച്ചെടുക്കുന്നതാണ് കേട്ടോ.
വേറെ ഒന്നും വേണ്ട, ഒരു വെളുത്തുള്ളി വേണ്ട, അങ്ങനെയുള്ള ഒരു സാധനവും വേണ്ട. ഈ ചെറിയുള്ളി മാത്രം മതി ഈ ഉള്ളി ചിക്കനിൽ. ഇടുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ റെസിപ്പി സൂപ്പറാണ്. നമ്മുടെ ഒരു പല റെസിപ്പികളും നമ്മൾ കാണും, എന്നാലും നമ്മുടെ ഒരു വേ ഓഫ് കുക്കിങ്ങിൽ കൊണ്ടുവരുമ്പോഴാണല്ലോ അത് നമ്മുടെ റെസിപ്പി എന്ന് പറയാൻ പറ്റുക. എന്നിട്ട് ദാ ഇങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ഫസ്റ്റ് തേങ്ങാക്കൊത്തെല്ലാം ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്തൊന്ന് പയ്യെ ഒന്ന് അതിലേക്ക് ചൂട് പിടിക്കുമ്പോഴത്തേനും നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. അത് ക്വാണ്ടിറ്റി അധികം ഉള്ളത് കൊണ്ടും ഈ വെളുത്തുള്ളിയുടെ ചെറിയുള്ളിയുടെ നീരിങ്ങനെ ഇറങ്ങി വരുന്നത് കൊണ്ടും കുറച്ച് ഉപ്പിട്ട് നമ്മളൊന്ന് വഴറ്റുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ കരിഞ്ഞൊന്നും വരണ്ട. ഈ ഒരു പരുവം വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, ചതച്ച മുളകും ഇട്ട് കൊടുക്കാം. ക്രഷ്ഡ് ചില്ലിയില്ലേ, നമ്മുടെ വറ്റൽമുളക് മേടിച്ചിട്ട് പൊടിക്കുന്നത്, ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഏകദേശം എൻ്റെ കയ്യിലൊരു 3/4 കിലോ ചിക്കനാണുള്ളത്. ഈ ഒരു പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിത് മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ഉള്ളിയുടെ ആ ഒരു മസാല ഈ ചിക്കനുമായിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് അതിനൊന്നും കളറില്ലല്ലോ, വലിയ ഗുമ്മില്ലല്ലോ, കണ്ടിട്ട് വലിയ രസമൊന്നും തോന്നുന്നില്ലല്ലോ. അതൊക്കെ വെറുതെയാണ് കേട്ടോ. ഇത് കുറച്ച് നേരം ഇരുന്നങ്ങ് വെന്ത് കഴിയുമ്പോൾ കിച്ചൺ മൊത്തം ഒരു മണം വരും. ഇത് കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അത് തേങ്ങാക്കുത്തിന് പോലും ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫൈനൽ അതിൻ്റെ ഒരു രൂപം ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ചിക്കൻ ഒരു നോൺ വെജ് ഒരു സൈഡായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ചാറ് കറി വെക്കണ്ടേ? ഇവിടെ കഷ്ണങ്ങളൊന്നും തന്നെ സ്റ്റോക്കില്ല. ഫ്രിഡ്ജിൽ 2 തക്കാളി 3 ഉരുളക്കിഴങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ കരുതി തക്കാളി ചാറൊന്നും വെക്കുന്നില്ല, വേഗം ഒരു മോരങ്ങട് കാച്ചിയെടുക്കാം. അപ്പം നമ്മൾ കടുക് പൊട്ടിച്ച് നമ്മുടെ ഉള്ളിയും വേപ്പിലയും അതേപോലെ തന്നെ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ട ശേഷം ഒരു കളറിന് ഇച്ചിരി ചതച്ച മുളകും, വറ്റൽമുളക് ഇല്ല എൻ്റെ അടുത്ത്, ചതച്ച മുളക് ഇട്ടിട്ടുണ്ട്. കായപ്പൊടി ഇടും. പിന്നെ നമ്മളുടെ ഒരു കളറിന് വേണ്ടി തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മുടെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ടുള്ള കൂട്ടിട്ട് കൊടുക്കും. അത് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മളിതാ കുറച്ച് തൈര് ഞാൻ മിക്സിയിൽ അടിച്ച് മോരാക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ട് തന്നെ അതങ്ങ് ഒഴിക്കുള്ളൂ കേട്ടോ. അപ്പൊ അതിലേക്ക് അങ്ങ് മിക്സ് ആയിക്കോളും. പിന്നെ നമ്മളിതിലൊന്നും ചെയ്യണ്ട, നമ്മുടെ ചാറ് കറി റെഡി. ഇത്ര എളുപ്പത്തിൽ മോര് ചാറ് വയ്ക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പി ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊക്കെ ഒന്ന് അടച്ചു വെക്കാം. ആ ചിക്കൻ അവിടെ ഇരുന്ന് പയ്യെ കുക്ക് ആയിക്കോട്ടെ. പയ്യെ ആയാൽ മതി, ഒരു ധൃതിയില്ല. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഏകദേശം ഒരു 3/4 മണിക്കൂർ പിടിക്കും. നമുക്ക് അധികം ഗ്യാസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവില്ല കേട്ടോ. നമ്മളവർക്ക് 3/4 മണിക്കൂർ ഇങ്ങനെ അടുപ്പത്ത് ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ ഒരു ചിക്കൻ കറി കുക്കറിലൊക്കെ വെക്കണമെങ്കിൽ തന്നെ 10-15 മിനിറ്റ് നമുക്ക് പിടിക്കും. അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. വലിയ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല, കുറെ ഗ്യാസ് ഒന്നും ആവത്തില്ലെന്നേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചിക്കൻ അവിടെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ ഞാൻ പൊടിക്കുമ്പോൾ തന്നെ അറിയാം, എൻ്റെ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ ശർക്കര പൊടിക്കുന്നത് ആ മേടിക്കുന്ന കവറേ പാടയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാൻ പോവാന്ന്. പണ്ടത്തെ വിഭവങ്ങളും പലഹാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. പച്ചരി അവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തേങ്ങയല്ലല്ലോ, നമ്മുടെ ശർക്കര ഉരുക്കിയും വെച്ചിട്ടുണ്ട്. ഞാൻ പാച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അന്നമോള് കഴിച്ചിട്ടുണ്ട്. ജോക്കൂട്ടൻ ഇന്നേ വരെ പാച്ചോറ് കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ കുതിർത്തി വെച്ച പച്ചരി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 1/2 മുറി തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ഏലക്ക, വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറുത്ത മണി പോലെ അവിടെ ഇവിടെ ഒന്നും കാണത്തില്ല. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല. അങ്ങനെ ഇട്ട ശേഷം കുറച്ച് ജീരകം ഇട്ടു. പിന്നെ 2ാം പാൽ ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് 2ാം പാൽ ഒഴിക്കുന്ന വീഡിയോ ആ നേരത്തെ എന്തോ ഞാൻ പറഞ്ഞില്ല, ട്രൈപോഡ് കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങ് നേരെ നിൽക്കുന്നില്ല. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ജമ്പിങ് ഒരു ജെർക്കിങ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഞാൻ അവിടെ നമ്മുടെ ശർക്കര പാനി ഉരുക്കിയത് നോക്കി ഞാനത് അരിച്ച് വേറൊരു കപ്പിലാക്കി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ നേരെ അടുപ്പിലേക്ക് തന്നെ നമ്മുടെ പാച്ചോറിന്റെ കുക്കർ കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു 2 വിസല്, ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസല്, ലോ ഫ്ലെയിമിൽ 1 വിസല്, അത്ര ആകുമ്പോൾ തന്നെ അടിപൊളിയായി. നോക്കിക്കേ, നമ്മുടെ ഉള്ളി ചിക്കൻ
അതിന്റെ കളറൊക്കെ മാറിയത് കണ്ടോ? ചിക്കനിൽ നിന്ന് ആ വെള്ളമൊക്കെ ഇതിൽ വേറെ വെള്ളമോ കാര്യങ്ങളൊന്നും ഒഴിക്കണ്ട കേട്ടോ. ചിക്കനിൽ തന്നെ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് വെന്ത് ആ ഓയിലും അതേപോലെ ആ ഉള്ളിയുടെ ടേസ്റ്റും ഒക്കെ ആകുമ്പോഴത്തേനും എൻ്റെ പൊന്നൊരു കറി വേറെ ലെവലാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം വേണ്ട. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഉപ്പും മുളകില്ലേ, അതിൽ എന്ത് ഇൻഗ്രീഡിയൻസ് ഉണ്ടായിട്ടാണ് ഇത്ര ടേസ്റ്റ്? ഉപ്പും മുളകും അതുപോലെ തന്നെ കുറച്ച് പുളിയോ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി തരുമ്പോൾ എന്താ രുചിയാ കറിക്ക്. അപ്പൊ അതാ നിങ്ങൾ എന്തായാലും ഈ ഉള്ളി ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ചിക്കൻ അവിടെ റെഡിയാവുന്ന നേരം കൊണ്ടും പാച്ചോറ് 2 വിസിലടിക്കുന്ന നേരം കൊണ്ടും ഞാൻ പോയി എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. അപ്പോഴേക്കും എന്താ വിസിലൊക്കെ പോയി നമ്മുടെ പാച്ചോറ് നല്ല കറക്റ്റ് പാകത്തിന് ആയി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടായി വന്നിട്ട് നമുക്കിനി ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. നമുക്കൊരു കുഴഞ്ഞ പരുവത്തിൽ കിട്ടണം. ഇതിപ്പോൾ നമ്മുടെ ബിരിയാണി റൈസൊക്കെ ഒന്ന് കുഴഞ്ഞ പോലെയാണ് കിടക്കുന്നത്. അതിനേലും ഒന്ന് കുഴഞ്ഞ് എന്നെ ഒന്ന് എടുത്തു എന്നുള്ളൊരു പരുവത്തിൽ കിടക്കില്ലേ, ആ ഒരു പരുവത്തിൽ വരണം. അപ്പം അതിലേക്ക് ഇതാ ഞാൻ 1-ാം പാല് നമ്മുടെ കട്ടിപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് പയ്യെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് നീ അടപ്പത്ത് വെച്ചിട്ടൊന്നും ഇനി ചൂടാക്കണ്ട കേട്ടോ, അതിൻ്റെ ആവശ്യം ഇനി ഇല്ല. അപ്പം ഇതാ അങ്ങനെ നമ്മൾ പയ്യെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു അടച്ചു വെക്കുന്ന ആ ഒരു വിസലിൻ്റെ ആ ഒരു പ്രഷർ ഇല്ലേ, വിസലോടുകൂടി അടച്ചു വെക്കുമ്പോൾ ആ തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് അങ്ങനെ പൊയ്ക്കോളും. അപ്പം ഞാൻ എന്താ പറമ്പിൽ നിന്ന് പോയി 2 വാഴയില എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പാത്രത്തിൽ വെറുതെ കൊട്ടിയിട്ടിട്ട് ശർക്കര നീര് ഒഴിച്ച് കഴിക്കാം. പക്ഷെ എന്നാലും ഞങ്ങളുടെ പള്ളിയിലേക്ക് നമ്മൾ പണ്ടത്തെ അമ്മമാരൊക്കെ നേർച്ച നേരും. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും മക്കൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ പാച്ചോറ് ഉണ്ടാക്കി തരാൻ പുണ്യാള, എൻ്റെ മോൻ്റെ അസുഖം മാറണേ അല്ലെങ്കിൽ മോളുടെ അസുഖം മാറണേ എന്ന് പറഞ്ഞിട്ട് നേർച്ച നേരും. അപ്പം അസുഖം മാറി കഴിയുമ്പോഴത്തേനും പാച്ചോറ് കൊണ്ടുവന്ന് വെക്കണത് ഇതേപോലത്തെ ഒരു വാട്ടിയ വാഴയില. എന്നിട്ട് അതിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ കൈവച്ചോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്ലാവല കുത്തി വെച്ചിട്ടുണ്ടാവും. അപ്പം അത് വെച്ചിട്ട് ഇങ്ങനെ തോണ്ടി എടുത്ത് കഴിക്കും. ഭയങ്കര ടേസ്റ്റാട്ടോ. ഏത് വീട്ടിൽ ഏത് അമ്മ വെച്ചത് അറിയില്ല, പക്ഷെ ഭയങ്കര രുചി ആ വാഴയില വെക്കണേ. അപ്പം ഞാൻ കരുതി എന്തായാലും വാഴയില നമ്മുടെ കയ്യെത്തും ഭാഗത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം പോയി ഒരെണ്ണം എടുത്തിട്ട് വാട്ടിയിട്ടതാ ഇതേപോലെ പൊതിഞ്ഞ് കുട്ടി പൊതിയാക്കി വെച്ചിട്ടുണ്ട്. ജോഗൂറിന് ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നമോള് ഞാൻ പറഞ്ഞല്ലോ പാച്ചോറ് കഴിച്ചിട്ടുണ്ട്, അവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാം. പക്ഷെ ജോക്കൂട്ടൻ ഇന്നേ വരെ പാച്ചോറ് കഴിച്ചിട്ടില്ല. അത് ഉണ്ടാക്കിയ സമയത്ത് എന്തോ അവനുണ്ടായിരുന്നില്ല, അങ്ങനെ എന്തോ ആയിരുന്നു, അവൻ കഴിച്ചിട്ടില്ലത്. അപ്പം ഇതാ ഞാൻ അവിടെ പാച്ചോറ് ഇങ്ങനെ പൊതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു മണമൊക്കെ അങ്ങോട്ട് പിടിക്കട്ടെ. അപ്പം ഞാൻ പോയിട്ട് ഇനി പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് വരാം. നമ്മുടെ ചിക്കൻ അവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജോക്കൂട്ടൻ വന്നു. അപ്പോൾ ജോക്കൂട്ടൻ്റെ ചുണ്ടൊക്കെ മഞ്ഞ് കാരണം ഇച്ചിരി ഇങ്ങനെ വരണ്ട് ഇതാവുന്നുണ്ട്. അപ്പം അവന് ഇച്ചിരി മതി കേട്ടോ. അവന് ഭയങ്കര സങ്കടമാണ്. ഒന്നാമത് ആ മുള്ളു തൊണ്ടേ പോയാൽ പിന്നെ എന്ത് പറ്റിയാലും ഭയങ്കര വിഷമാണെന്നേ. അപ്പം ഞാൻ പറഞ്ഞ ചുണ്ടിങ്ങനെ നനച്ചൊക്കെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതാ ഞാനിവിടെ പിടിച്ചിരുത്തി ഞങ്ങളിതാ പാച്ചോറ് കഴിക്കാൻ പോകണം. ജോക്കൂട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇതെന്താ സാധനം? അവൻ ചോദിച്ചത് ഫസ്റ്റ് അമ്മ അത് മീൻ പൊള്ളിച്ചതാണ്. നമ്മൾ മീൻ പൊള്ളിച്ചതല്ല പൊന്നാ, ഇത് വേറൊരു സാധനമാണെന്ന് പറഞ്ഞു. പിന്നെ മണം വന്നപ്പോഴത്തേനും അവന് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ആദ്യം എന്ത് ചെയ്തെന്നോ, അവനിതിങ്ങനെ ശർക്കര പാനി ഒന്നും ഒഴിക്കാണ്ട് ഞാൻ വെറുതെ കൊടുത്തു. അപ്പം അവൻ പറഞ്ഞു കൊള്ളൂല, ഇത് കൊള്ളൂല അമ്മ, ഇത് ടേസ്റ്റ് ഇല്ല, ഒന്നുമില്ല. കാരണം ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ, ഒരു മധുരം. ഇവനാണെങ്കിൽ മധുരത്തിന്റെ ഉസ്താദാണ്. മധുരം ഉണ്ടെങ്കിൽ ഇവൻ എന്തും കഴിച്ചോളും. ചോറിന്റെ കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ അതും തിന്നണ ആളാണ് അവൻ. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ശർക്കര പാനി വെച്ചപ്പോൾ അവൻ പറയാണ്, അമ്മ ഈ ഡ്രീം കേക്കിന്റെ മേലേക്ക് ഒഴിക്കൂലേ അതേപോലെ. അപ്പം ഞാൻ ഡ്രീം കേക്കൊന്നും അല്ല, ഇതിങ്ങനെ നമ്മുടെ പാച്ചോറെന്ന് പറയുന്നു. അപ്പം എന്നോട് പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടുണ്ടമ്മ, ഇത് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, മേഗി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പള്ളിയിൽ നിന്ന് കിട്ടുമല്ലോ, അവൾക്ക് അതൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. അപ്പം അവൾ അങ്ങനെ പറയാണ്. അപ്പം അത് അന്നമോൾക്കും എനിക്കും ജോക്കുട്ടനും കൂടി ഓരോരോ പൊതികളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അന്നക്കുട്ടിക്ക് കൊടുത്തു. അവൾക്ക് തന്നെ ഒഴിക്കണം എന്ന്, അതിങ്ങനെ തുറന്ന് തന്നെ ഒഴിക്കണം. അപ്പം നമ്മൾ അന്ന് തന്നെ ചെയ്യൂ, വലുതായി വരുന്തോറും ഓരോരോ ഇഷ്ടങ്ങളൊക്കെ ആണല്ലോ. അപ്പം അങ്ങനെ ചെയ്യട്ടെ എന്ന് കരുതി. ഇപ്പം ജോക്കുട്ടിന് ശർക്കര പാനി പിന്നെയും അവൻ മധുരത്തിൻ്റെ ആളാണല്ലോ. അപ്പം അങ്ങനെ എന്താ ഞാനും അന്നമോളും ജോക്കുട്ടനും കൂടി വൈകുന്നേരത്തെ ഞങ്ങളുടെ ആ ഒരു സ്പെഷ്യൽ ഭക്ഷണം, ഒരു എന്താ പറയുക, പലഹാരം കഴിക്കുകയാണ്. പലഹാരം എന്ന് പറയാനാവോ, പലഹാരം കഴിക്കുകയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ കഴിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല അന്നമോൾക്ക് തന്നെ ഒഴിക്കണം എന്ന്. അപ്പം അവളും അങ്ങനെ തന്നെ ഒഴിച്ച് കഴിക്കട്ടെ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വീഡിയോ കണ്ടിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിക്കണം. അപ്പോഴേക്കും ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ കണ്ട എല്ലാവർക്കും